നമസ്കാരം. ഓരോ പുതിയ അറിവുകളും നമുക്ക് വിലമതിക്കാനാവാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഓരോ നിമിഷവും ഓരോ പുതിയ അറിവുകൾക്കായി നമുക്ക് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കാം. ജോസ് ആലുക്കാസ് പച്ചക്കുതിരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പച്ചക്കുതിരയുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എന്നോടൊപ്പം ഈ മത്സരവേദിയിലുണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് നിന്നുമുള്ള സാമുവലും ഡാർവിനുമാണ്. മത്സരം തുടരുന്നതിലേക്കായി ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കട്ടെ സാമുവൽ ആൻഡ് ഡാർവിൻ. നമസ്കാരം. നമസ്കാരം സാമുവൽ ആൻഡ് ഡാർവിൻ. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഞാൻ ചോദിച്ച 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി 5ാമത്തെ ചോദ്യമാണ്. അപ്പോൾ 4 ചോദ്യങ്ങൾ കേട്ടു, അതിനെല്ലാം വ്യക്തമായ ഉത്തരം പറയാൻ കഴിഞ്ഞപ്പോൾ തന്നെ ആത്മവിശ്വാസം കുറച്ച് കൂടിക്കാണും അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ സന്തോഷമായ ഒരു മുഖത്തോടു കൂടിയാണ് രണ്ടുപേരും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്കും നല്ല ഉത്സാഹം തോന്നുന്നുണ്ട്. അപ്പോൾ 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പച്ചക്കുതിര, 5ാമത്തെ ചോദ്യം. ഏത് അവയവത്തെയാണ് ജോണ്ടിസ് ബാധിക്കുക? പച്ചക്കുതിര, ഓപ്ഷൻസ് പ്ലീസ്. എ കിഡ്നി, ബി ശ്വാസകോശം, സി ലിവർ, ഡി പാൻക്രിയാസ്. യുവർ ടൈം ബിഗിൻസ്. ഓപ്ഷൻ സി ലിവർ. ഓപ്ഷൻ സി ലിവർ എന്നാണ് പറയുന്നത്. പച്ചക്കുതിര, ഞങ്ങൾ കൺഫേം ചെയ്യുന്നു ഓപ്ഷൻ സി ലിവർ. ജോണ്ടിസ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ പച്ചക്കുതിരയോട് പോലും ചോദിക്കേണ്ട കാര്യമില്ല, കൃത്യമായി അറിയാം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്. ഇത്ര കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചോദിച്ചത് ജോണ്ടിസ് വന്നിട്ടുണ്ടോ എന്ന്. വളരെ നിസ്സാരമായിട്ട് നമ്മൾ പറയും ജോണ്ടിസ് വന്നു, ഹോസ്പിറ്റലിൽ പോയി നമുക്ക് നല്ല ചികിത്സ കിട്ടുന്നതുകൊണ്ട് ജോണ്ടിസ് പെട്ടെന്ന് മാറുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ വളരെ ഡേഞ്ചറസ് ആണ്. കണ്ടുപിടിക്കാൻ വൈകിപ്പോയാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെയാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ വളരെ എളുപ്പമുണ്ട്. നമ്മളൊക്കെ പുറത്തുനിന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, വെള്ളം കുടിക്കുന്ന ആളുകളാണ്. ഈ അസുഖം വരാൻ വളരെ എളുപ്പമാണ്. ഈ ജോണ്ടിസ് കൂടി വരുമ്പോഴാണ് മറ്റ് അസുഖങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതും പെട്ടെന്ന് തന്നെ രോഗിയുടെ മരണം വരെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിൽ ശ്രദ്ധാലുക്കളായിരിക്കട്ടെ, ആർക്കും ജോണ്ടിസ് വരാതിരിക്കട്ടെ. പച്ചക്കുതിരയോട് ചോദിക്കാം, ഏതാണ് ശരിയായ ഉത്തരം? ലിവർ ശരിയായ ഉത്തരം. ദുബായ് ഗോൾഡ് സൂക്ക് നൽകുന്ന 16,000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. അടുത്തത് 32,000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. അതിനു മുമ്പൊന്ന് ചോദിച്ചോട്ടെ, ഡാർവിൻ സ്റ്റഡീസൊക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്നാണ്, ഏത് ലെവൽ വരെ പഠിക്കണമെന്നാണ് ആഗ്രഹം? ഇപ്പം ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ ശേഷം അബ്രോഡ് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ ജോലി ചെയ്തുകൊണ്ട് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ജോലി ചെയ്യാൻ തിരഞ്ഞെടുത്തൊരു മേഖല എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം നൽകാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അതൊരു സേവനമാണ്. അത് നമുക്ക് രോഗവുമായി വരുന്ന പേഷ്യൻസിനെ ശുശ്രൂഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ് വലിയൊരു സേവനം. അതിന് മികച്ച രീതിയിൽ തന്നെ അത് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. അപ്പോൾ 32,000 രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് കിടക്കാം. പച്ചക്കുതിര, അടുത്ത ചോദ്യം. ഒരു തെരുവിന്റെ കഥ എഴുതിയതാര്? പച്ചക്കുതിര, ഓപ്ഷൻസ്. എ സുകുമാർ അഴീക്കോട്, ബി SK പൊറ്റക്കാട്, സി M മുകുന്ദൻ, ഡി NS മാധവൻ. യുവർ ടൈം ബിഗിൻസ്. ആലോചിച്ചുത്തരം പറഞ്ഞാൽ മതി. 30 സെക്കൻഡുകളുണ്ട്. ഒരു തെരുവിന്റെ കഥ ആരാണ് എഴുതിയത്? ഓപ്ഷൻ എ സുകുമാർ അഴീക്കോട്. കൺഫേം ചെയ്യാമോ? ഓപ്ഷൻ എ സുകുമാർ അഴീക്കോട്. ചെയ്യാം. ഇനിയും 7 സെക്കൻഡുകളുണ്ട്. പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി NS മാധവൻ. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഓപ്ഷൻ ഡി NS മാധവൻ. ഒരു തെരുവിന്റെ കഥ വായിച്ചിട്ടില്ല. ഒരു ദേശത്തിന്റെ കഥ വായിച്ചിട്ടുണ്ട്. SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ വായിച്ചിട്ടുണ്ട്. സുകുമാർ അഴീക്കോട് എന്ന് പറഞ്ഞു. ഞാൻ കൺഫേംഡ് ആണോ എന്ന് ചോദിച്ചത് പിന്നെയും സമയമുള്ളതുകൊണ്ടാണ്. എനിക്ക് കൺഫേം എന്നൊരു ഉത്തരം കിട്ടിയാൽ മാത്രമേ കൺഫേം ചെയ്യൂ. അല്ലാതെ പറഞ്ഞ ഓപ്ഷൻ തെറ്റാണെന്ന് ഞാൻ രണ്ടാമത് ചോദിച്ചതിന് അർത്ഥമില്ല. വായിച്ചിട്ടില്ല, അതുകൊണ്ട്
ഉറപ്പല്ല. ഉറപ്പല്ല. NS മാധവന്റെ കാര്യത്തിലും ഉറപ്പില്ല. ഉറപ്പില്ല. പച്ചക്കുതിരയോട് ചോദിക്കാം ശരിയായ ഉത്തരം ഏതാണെന്നുള്ളത്. 32,000 രൂപയ്ക്കുള്ള ഈ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ഹർഡിൽ കൂടിയാണ്. കറണ്ടിലൂടെ 8,000. ഉത്തരം തെറ്റിപ്പോയാൽ 16 എന്നുള്ളത് തെറ്റായി ചുരുങ്ങുകയും ചെയ്യും. അത് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് 32 ആവും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ പച്ചക്കുതിരയോട് നമുക്ക് ചോദിക്കാം ഏതാണ് ശരിയായ ഉത്തരം. SK പൊറ്റക്കാട് തന്നെയാണ് ശരിയായ ഉത്തരം. 1960 പ്രസിദ്ധീകരിച്ചതാണ് ഒരു തെരുവിന്റെ കഥ. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1980 ഒരു ദേശത്തിന്റെ കഥ എഴുതിയതിന് ജ്ഞാനപീഠം പുരസ്കാരവും ലഭിച്ചു. നിർഭാഗ്യവശാൽ താങ്കൾ ഒരു ദേശത്തിന്റെ കഥ മാത്രമേ വായിച്ചിട്ടുള്ളൂ അല്ലേ? ഒരു ദേശത്തിന്റെ കഥ മലയാള സാഹിത്യം ഇഷ്ടപ്പെടുന്ന എല്ലാവരും വായിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാനൊരു 20 പ്രാവശ്യമെങ്കിലും ആ പുസ്തകം വായിച്ചു കാണും. ഓരോ പ്രാവശ്യം ആ പുസ്തകം കയ്യിലെടുത്താലും വായിച്ച് മതിയായിട്ടല്ല നമ്മൾ വയ്ക്കുക. മറ്റെന്തെങ്കിലും ആവശ്യം വരുന്നതുകൊണ്ട് പുസ്തകം അവിടെ വെച്ചിട്ട് ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സ്റ്റേഷൻ എത്തിക്കഴിയുമ്പോൾ പുസ്തകം എടുത്ത് ബാഗിൽ വെക്കുകയാണ് സാധാരണ ചെയ്യുക. എത്ര വായിച്ചാലും മതിവരാത്തൊരു പുസ്തകമാണ് SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ. ഒരു തെരുവിന്റെ കഥയും SK പൊറ്റക്കാടിന്റെ തന്നെയാണ്. നിർഭാഗ്യമെന്നേ പറയാൻ പറ്റൂ. ഒരു ഓർമ്മയിൽ വന്ന ചെറിയൊരു പെശകായിപ്പോയി അല്ലെ? ഒരു ദേശത്തിന്റെ കഥയാണ് പൊറ്റക്കാട് എഴുതിയത്, ഒരു തെരുവിന്റെ കഥ മറ്റാരോ ആണെന്ന് വിചാരിച്ചു. സാരമില്ല, ആ രീതിയിൽ പറഞ്ഞു. ഏതായാലും ഇത്രയും ചോദ്യങ്ങൾക്ക് വളരെ നല്ല രീതിയിലാണ് പ്രകടനം കാഴ്ചവെച്ചത്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ഉത്തരം പറഞ്ഞത്. ഇതുപോലും ഇതിന് മാത്രമാണ് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നത് അല്ലേ? സാരമില്ല. എന്തായാലും വന്നതിലും പങ്കെടുത്തതിലും വളരെ സന്തോഷം. ഡാവിൻ നല്ല രീതിയിൽ പഠിച്ച് നല്ല മിടുക്കനായി നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൽ വളരെ നന്ദി. ദുബായ് ഗോൾഡ് സൂട്ട് നൽകുന്ന 8,000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ഞാൻ സമ്മാനമായി ഇതാ. അടുത്തതായി പച്ചക്കുതിരയുടെ ഈ മത്സരവേദിയിലേക്ക് എത്തേണ്ടത് തിരുവല്ലയിൽ നിന്നും വന്ന ഡെന്നി ചെറിയാനും കുടുംബവുമാണ്. ബഹുമാനപൂർവ്വം ഞാൻ ക്ഷണിക്കട്ടെ ശ്രീ ഡെന്നി ചെറിയാൻ. ഡെന്നി പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. അതെ സാർ. എത്ര വർഷമായി? 7 വർഷമായി. 7 വർഷമായി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. സ്വന്തം സ്വഭാവത്തിൽ ഇഷ്ടമല്ലാത്തത് ദേഷ്യമാണ്. അതെ സാർ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചേർന്നതല്ല ദേഷ്യം. അതെ, അറിയാം സാർ. ദേഷ്യപ്പെടാൻ പാടില്ല അല്ലേ? ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അല്ലേ? കേസ് അന്വേഷണങ്ങൾ നടത്തുമ്പോൾ. അതെ അതെ. പക്ഷേ ജോലിയുടെ സ്വഭാവം കൊണ്ടായിരിക്കാം അറിയാതെ ദേഷ്യപ്പെടേണ്ടി വരും അല്ലേ? പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചിലർ പറയാറുണ്ട്, നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാലാണ് പലതും സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതെ അതെ. ഇപ്പൊ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഇപ്പം കോട്ടയത്താണ്. കോട്ടയം AR ക്യാമ്പ്, ആംഡ് റിസർവ് ക്യാമ്പിലാണ്. ശരി. അപ്പൊ ലോ ആൻഡ് ഓർഡറിലല്ല? ലോ ആൻഡ് ഓർഡറിൽ സ്റ്റേഷനിൽ ഡ്യൂട്ടി വരുന്നുണ്ട്. ഓരോ സ്റ്റേഷനുകളിൽ മാറി മാറി. ചങ്ങനാശ്ശേരി, പിന്നെ ട്രഷറികളിൽ ഡ്യൂട്ടി വരുന്നുണ്ട്, ജോലി വരുന്നുണ്ട്. അപ്പോഴൊക്കെ ആയുധമേന്തി നിൽക്കേണ്ട? ഇല്ലില്ല. സ്റ്റേഷൻ ഡ്യൂട്ടിക്കൊന്നും പോകുന്നുണ്ട്, അങ്ങനെ ആയുധമൊന്നും കൊണ്ടുപോകണ്ട. അത് ഒരു പരിധിവരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വീഴ്ചയല്ല. നിങ്ങൾക്കൊരു വളരെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു ആയുധം കയ്യിലില്ലാതെ ക്രിമിനൽസിനെ നേരിടാൻ പോകേണ്ടി വരുന്നത്? നമുക്ക് കൂടുതലും സിവിലിയൻസിന്റെ പ്രൊട്ടക്ഷനാണല്ലോ നോക്കുന്നത്. എപ്പോഴും ആയുധം കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ തോന്നുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി? നല്ല ജോലിയാണ്, കുഴപ്പമില്ല. ഒരുപാട് ആളുകൾ അഭിപ്രായ വ്യത്യാസമുള്ള അല്ലെങ്കിൽ ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ ഇപ്പൊ അത് വളരെ ജനങ്ങളോട്, പ്രത്യേകിച്ച് ജനമൈത്രി പോലീസൊക്കെ വന്നതിന് ശേഷം അതെ അതെ ആളുകളുമായിട്ട് വളരെയധികം നല്ല രീതിയിൽ ഇടപഴകുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം നല്ലതാണ്. അതെ അതെ. ഇപ്പോൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പോലീസിലേക്ക് ഏറ്റവും കൂടുതലും വരുന്നത്. അപ്പം അതിൻ്റെതായ നല്ല മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് പോലീസിനോടുള്ള നേരത്തെ ഉള്ള ആറ്റിറ്റ്യൂഡൊക്കെ മാറി. ഇപ്പം പോലീസിന്റെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി വരുന്നുണ്ട്. അതുപോലെ എന്ത് കേസന്വേഷണത്തിലും പോലീസിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ജനങ്ങളാണെന്നാണ് പറയുന്നത്. ഇൻഫർമേഷൻസ് കൊടുക്കുന്ന കാര്യത്തിലും. അതെ അതെ. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്ന ഒരു പ്രതി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിക്കാനും അയാൾ അറസ്റ്റ് ചെയ്യാനൊക്കെ ജനങ്ങൾ ഒരുപാട് സഹായിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും നല്ല സേവനം ജനങ്ങൾക്കും ലഭിക്കട്ടെ. അതെ, എപ്പോഴും ഉണ്ട്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ആണെങ്കിലും പോലീസ് കൺട്രോൾ റൂമുണ്ട്. അന്നേരം തന്നെ ഫോൺ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ അതിനുള്ള ആക്ഷൻ സഡൻ എടുത്തിരിക്കും. പിന്നെ അറിയാതെ ഞങ്ങൾ ചെയ്തു പോകുന്നൊരു തെറ്റിന്
ഞങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറരുത് റോട്ടിലൊക്കെ വെച്ച്. പെട്ടെന്ന് ഒന്ന് റോങ് സൈഡ് പാർക്ക് ചെയ്ത് പോയാൽ, അതല്ലെങ്കിൽ ഒരു വൺ വേ തെറ്റി കയറി വന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ ഒരുപാട് ചീത്ത വാക്കുകൾ വിളിച്ച് അപമാനിക്കരുത്. ഇല്ല സാറേ, അത് പലരുടെയും തെറ്റിദ്ധാരണയാണ്. അത് മെയിൻ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോടല്ല, ഒരു ട്രാഫിക് ഡീവിയേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാളോടല്ല പറയുന്നത്. പക്ഷേ ഇപ്പം ഞാൻ സാറ് നേരെ വന്നു കഴിഞ്ഞാൽ സാറ് വിചാരിക്കുന്നത് ഞാൻ ഫസ്റ്റ് സാറിനോടാണ് പറയുന്നതെന്നാണ്. പക്ഷെ നമ്മൾ പല ആൾക്കാരിനോട് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മടുത്ത് നിൽക്കുന്ന ഒരു അവസരമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് പലരും പെട്ടെന്ന് റൂഡായിട്ട് സംസാരിക്കുന്നത്, ദേഷ്യപ്പെടുന്നത്. പക്ഷെ അത് സിവിലിയൻസ് അത് കൂടുതൽ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥ, പോലീസുകാരുടെ അവസ്ഥകൾ സിവിലിയൻസ് മനസ്സിലാക്കുന്നില്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മളും പലപ്പോഴും നോക്കുമ്പോൾ കാണാം എത്ര നേരമാണ് ഈ വെയിലത്ത് ഇവർ നിന്നിട്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ AC ഒക്കെ ഇട്ട കാറിലാണ് വരുന്നത്. അതാണ് ചെറിയൊരു ഗതാഗത തടസ്സത്തിന് ഒരു 2 മിനിറ്റ് വൈകുമ്പോഴും നമ്മൾ പോലീസുകാരോട് തട്ടിക്കയറുന്നതും മനസ്സിലാവുന്നുണ്ട്. എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എപ്പോഴും നല്ല പെരുമാറ്റം. അതെപ്പോഴും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നതെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അതിന്റെ ഒരു പ്രശ്നമാണ്. ഉണ്ട്. ബീന ഹൗസ് വൈഫാണ്. ഏറ്റവും സന്തോഷമുണ്ടായ നിമിഷം മോളുണ്ടായ നിമിഷമാണ് അല്ലേ? എത്ര വയസ്സായി മോൾക്ക്? മോൾക്ക് 2 വയസ്സായി. 2 വയസ്സ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല പ്രായമാണ് അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ കൊഞ്ചിക്കുകയും ഓമനിക്കുകയും ചെയ്യുന്ന പ്രായമാണ്. ഹോസ്പിറ്റലിൽ അമ്മ കിടന്ന സമയത്ത് ഡോക്ടർമാർ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നിയെന്ന് പറയുന്നത് അല്ലേ? അമ്മ ഉണ്ട് ഇപ്പോ? അമ്മയുണ്ട്. ആ സമയത്ത് വളരെ ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതായത് ആസ്മയാണെന്ന് കരുതി, കാർഡിയാക് മയോപ്പതി ആയിരുന്നു, ആസ്മയാണെന്ന് കരുതി ട്രീറ്റ് ചെയ്തു. എന്നിട്ട് കോമ സ്റ്റേറ്റിലൊക്കെ ആയി. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി പ്രാർത്ഥിക്കാൻ മാത്രമേ രക്ഷയുള്ളൂ, ആളെ തിരിച്ചു കിട്ടണമെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തോ അത്ഭുതം കൊണ്ട്, പ്രാർത്ഥന കൊണ്ടും അമ്മയെ തിരിച്ചു കിട്ടി. ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. എന്റെ അന്വേഷണം അറിയിക്കണം. ശരി സാർ. മത്സരത്തിലേക്ക് കടക്കാം. സമാനമായിട്ട് തോംസൺ ഹോം ഡിപ്പോ നൽകുന്ന ഫർണിച്ചർ മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് മുമ്പേ വന്ന ആളുകൾ ഓപ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ തോംസൺ ഹോം ഡിപ്പോയുടെ ഫർണിച്ചർ തന്നെ സമാനമായി ലഭിക്കട്ടെ. 1000 രൂപയ്ക്കുള്ള ഫർണിച്ചർ സമാനമായി ലഭിക്കേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. പച്ചക്കുതിര, ആദ്യത്തെ ചോദ്യം. ശക്തൻ തമ്പുരാൻ കൊട്ടാരം ഏത് നഗരത്തിൽ സ്ഥിതി ചെയ്യും? പച്ചക്കുതിര. ഓപ്ഷൻസ്: എ തൃപ്പൂണിത്തുറ, ബി ആലുവ, സി കായംകുളം, ഡി തൃശൂർ. യുവർ ടൈം ബിഗിൻസ്. സർ, ഓപ്ഷൻ ഡി തൃശൂർ. ഓപ്ഷൻ ഡി തൃശൂർ ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ശക്തൻ തമ്പുരാൻ കൊട്ടാരം അറിയാവുന്ന കാര്യമാണ് അല്ലേ? തൃശ്ശൂരാണെന്നുള്ളത് വളരെ ഉറപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആലുവയിലോ കായംകുളത്തോ തൃപ്പൂണിത്തുറയിലോ അല്ല. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ഡി തൃശൂർ ശരിയായ ഉത്തരം. തോംസൺ ഹോം ഡിപ്പോ നൽകുന്ന 1000 രൂപയ്ക്കുള്ള ഫർണിച്ചർ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ വിശ്രമം വേണമെന്നാണ് പച്ചക്കുതിര പറയുന്നത്. നമുക്കും പച്ചക്കുതിരയ്ക്കും. ഇനിയും ലീനയുമാണ് എന്നോടൊപ്പമുള്ളത്. 1000 രൂപയ്ക്കുള്ള ആദ്യത്തെ ചോദ്യത്തിന് വളരെ കോൺഫിഡന്റ് ആയി തന്നെയാണ് ഉത്തരം പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? പോകാം സാർ. ഡെനിയോട് ഞാൻ ചോദിച്ചു ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ റോഡ് അപകടത്തിൽപ്പെട്ട് അച്ഛൻ ആശുപത്രിയിലായ സന്ദർഭമാണ് അല്ലേ? അതെ വെച്ചായിരുന്നു. എത്ര വർഷം മുമ്പായിരുന്നു? 2001-ലായിരുന്നു. അപ്പം ഫാദർ ഒരു സൂപ്പർഫാസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന സൂപ്പർഫാസ്റ്റ് തെറിച്ച് റോഡിൽ വീണ. അപ്പോൾ ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ ഡോക്ടർ മെഡിക്കൽ കോളേജിലായിരുന്നു ട്രീറ്റ്മെന്റ്. 2 ദിവസം കോമ സ്റ്റേജ് ആയിരുന്നു. അപ്പം ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞത് വളരെ ക്രിട്ടിക്കലാണ്, രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ റെയറാണെന്നാണ് പറഞ്ഞത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഭാഗ്യം. അച്ഛനും പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ? അതെ അതെ, പോലീസിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷമാണ് അപകടം ഉണ്ടായത്? അല്ല, റിട്ടയർഡ് ആവുന്നതിന് ജോലിയിലിരിക്കെ തന്നെ? അതെ, ജോലിയിലിരിക്കെ തന്നെയാണ് അപകടം ഉണ്ടായത്. അപ്പോൾ ആരുടെയും ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല അല്ലേ? റോഡിൽ നിന്ന്, വണ്ടിയിൽ നിന്ന് തെറിച്ച് വീഴുമായിരുന്നു. അതെ, സൂപ്പർഫാസ്റ്റിന് ഡോറില്ലായിരുന്നു. സമയത്തൊക്കെ വണ്ടിക്കകത്ത് തന്നെ നിൽക്കുമായിരുന്നു. പക്ഷെ അവിടുന്ന് പെട്ടെന്ന് സ്പീഡിൽ പോയ വണ്ടി ബ്രേക്ക് ഔട്ട് ചെയ്താ, അപ്പം തെറിച്ച് റോഡിൽ വീഴും. രണ്ടുപേരും മാതാപിതാക്കൾ അങ്ങനെ ഒരു അല്ലേ അപകടഘട്ടം കണ്ടവരാണ്. അതെ, പ്രാർത്ഥന കൊണ്ട് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലുമാണ്. അതെ അതെ, അവരുടെ എല്ലാം ആയുരാരോഗ്യങ്ങൾക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. സോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സാർ. ഓക്കെ, പച്ചക്കുതിര, രണ്ടാമത്തെ ചോദ്യം. LCDയുടെ പൂർണ്ണരൂപം?
പച്ചക്കുതിര ഓപ്ഷൻസ്: എ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ബി ലിക്വിഡ് ക്രിസ്റ്റൽ ഡീകോഡർ, സി ലാറ്റൻ ക്രിസ്റ്റൽ ഡയോഡ്, ഡി ലൈറ്റ് ക്രിസ്റ്റൽ ഡയോഡ്. യുവർ ടൈം ബിഗിൻസ്. സർ, ഓപ്ഷൻ എ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഓപ്ഷൻ എ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണെന്നാണ് പറയുന്നത്. പച്ചക്കുതിര ഞങ്ങൾ കൺഫേം ചെയ്യുന്നു ഓപ്ഷൻ എ. LCD വളരെ കോമൺ ആണ് അല്ലേ, എല്ലാവർക്കും അറിയാം. LCD TV. ആദ്യം LCD നമ്മൾ കണ്ടു തുടങ്ങിയത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് നമ്മൾ LCD കാണുന്നത് കാൽക്കുലേറ്റർ. പിന്നെ LCD വാച്ചുകൾ വന്നു. ആദ്യം നമ്മൾ കാൽക്കുലേറ്ററിലാണ് ഈ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ LCD നമ്മൾ കണ്ടു തുടങ്ങുന്നത്. പച്ചക്കുതിര ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം. അങ്ങനെ 2000 രൂപയ്ക്കുള്ള തോംസൺ ഹോം ഡിപ്പോയുടെ ഫർണിച്ചർ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. ലിനക്കറിയാമായിരുന്നു LCDയുടെ പൂർണ്ണരൂപം? അറിയാമായിരുന്നു. പക്ഷെ മിണ്ടാതിരിക്കുന്നതാണ് അല്ലേ? എല്ലാം ഭർത്താവിന് വിട്ടുകൊടുത്തിട്ട് എങ്ങനെ മിണ്ടാതിരിക്കുകയാണ്? ഞങ്ങൾ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് ചെയ്തത്. ഓക്കെ. അപ്പോ 4000 രൂപയ്ക്കുള്ള മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പച്ചക്കുതിര, മൂന്നാമത്തെ ചോദ്യം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? പച്ചക്കുതിര ഓപ്ഷൻസ്: എ പരൽമീൻ, ബി വരാൽ, സി ചെമ്മീൻ, ഡി കരിമീൻ. യുവർ ടൈം ബിഗിൻസ്. സർ, ഓപ്ഷൻ ഡി കരിമീൻ. ഓപ്ഷൻ ഡി കരിമീൻ. ഒരു സെക്കൻഡ് പോലും എടുക്കാതെയാണ് ഉത്തരങ്ങൾ പറയുന്നത് അല്ലേ? ഇനിയെല്ലാം വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. അത് കേൾക്കാൻ തന്നെ നല്ല രസം തോന്നുന്നു. പെട്ടെന്ന് തന്നെ അങ്ങനെ ഉത്തരം പറയുമ്പോൾ ഞങ്ങൾ കൺഫേം ചെയ്യുന്നു ഓപ്ഷൻ ഡി കരിമീൻ. അങ്ങനെയൊക്കെ ഉണ്ടോ അല്ലേ കേരളത്തിൽ? ഇങ്ങനെ ഔദ്യോഗിക മത്സ്യം, അനൌദ്യോഗിക മത്സ്യം അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാർ. പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണാവോ അങ്ങനെ? അപ്പൊ ഈ ചെമ്മീനും വരാലിനും പരൽമീനും ഒക്കെ വിഷമം തോന്നൂലേ? തോന്നുമായിരിക്കണം അല്ലേ? പിന്നെ കരിമീൻ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് അല്ലെ? വളരെ സാധാരണക്കാരന് എന്നും കരിമീൻ ഉപയോഗിക്കാൻ കഴിയില്ല. കുറച്ചുകൂടെ നമുക്ക് മത്തിയോ അയലയോ ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സാധാരണക്കാരന്റെ മത്സ്യമായിരിക്കും. വരാൽ എപ്പോഴും അങ്ങനെ കിട്ടുന്ന മത്സ്യമല്ല. പരൽമീനാണെങ്കിലും വളരെ റെയറാണ്. ചെമ്മീൻ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ കരിമീനാണെന്ന് തന്നെയാണ് പറയുന്നത്. അതെ. പച്ചക്കുതിരയോട് ചോദിക്കാം. പച്ചക്കുതിര ഏതാണ് ശരിയായ ഉത്തരം? ഡി കരിമീൻ ശരിയായ ഉത്തരം. വളരെ എക്സ്പെൻസീവായ മത്സ്യമാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കാം 4000 രൂപയാണ് കരിമീൻ നേടിത്തന്നിരിക്കുന്നത്. അപ്പൊ 3 ചോദ്യങ്ങൾക്കും വളരെ ശരിയായ ഉത്തരം, അതും ഒട്ടും ആലോചിക്കാതെ തന്നെ ഏറ്റവും അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. വളരെ കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം പറയാനും കഴിഞ്ഞു. ലിനക്ക് ഇപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടോ? ഉണ്ട് സർ. എന്താ അത്? ലിന ടെൻഷന്റെ ആളാ. ടെൻഷൻ പ്രൊഡ്യൂസറാണ്. ഞാനും അതിനകത്ത് വായിച്ചു. സ്വന്തം സ്വഭാവത്തിൽ തന്നെ ഏറ്റവും ഇഷ്ടമല്ലാത്തത് ഇങ്ങനെ ആകാംക്ഷ അല്ലെ? എന്ത് കാര്യത്തിനും എന്തിനാണ് അങ്ങനെ? എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അങ്ങനെ അടിയുറച്ച് വിശ്വസിച്ചേ മതിയാവും. എന്തിനും ഒരു തീരുമാനം വിധിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് അനുകൂലമാവാം, പ്രതികൂലമാവാം. രണ്ടല്ലേ ആവുള്ളൂ എത്രയായാലും. നമ്മൾ അത് പ്രതികൂലമായി പോയാലും ഇത്രയൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് വളരെ ക്രിട്ടിക്കലായ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ വലുതാക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ കുട്ടി സ്കൂളിൽ പോയാൽ ദൈവമേ ആ വണ്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ വണ്ടി മര്യാദയ്ക്ക് പോയിട്ട് ആ കുട്ടിയും കുട്ടി ഉച്ചയാകുമ്പോൾ തിരിച്ചു വരും, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ആദികൾ നമ്മൾ വലിച്ചു വെക്കുകയും ഒരുപാട് ആകാംക്ഷ നമ്മൾ തന്നെ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അത് പിന്നീട് സ്വഭാവമായിട്ട് മാറും. അപ്പോൾ ആവശ്യമില്ലാത്ത ആദി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്ന ഞാനും നിസ്സാര കാര്യങ്ങൾക്ക് ആദ്യ പിടിക്കുന്ന ആൾ തന്നെയാണ്. ഓരോ ഷോട്ട് അഭിനയിക്കുന്നതിന് മുമ്പും എനിക്കൊരു ടെൻഷൻ വരാറുണ്ട്. അപ്പൊ തന്നെ ഞാൻ എന്നോട് തന്നെ പറയും, വേണ്ട ഇത്രയും കാലം അഭിനയിച്ചതല്ലേ, ഇതിൽ നിന്നുണ്ടായ പരിചയം കൊണ്ടും എനിക്കുള്ള എന്റെ അറിവ് വെച്ചുള്ള അഭിനയം തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് ശരിയാണോ, ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിയാണോ, ഇങ്ങനെ തന്നെ ആയിരിക്കുമോ അഭിനയിക്കേണ്ടത്, അതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ നമുക്കും ഉണ്ടാവും എപ്പോഴും ഒരു ആദി. അത് നമുക്ക് ഒഴിവാക്കാനാവില്ല, എങ്കിലും എല്ലാവരും ആ ഒരു ആദി ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. ആവശ്യമില്ലാത്ത മെന്റൽ സ്ട്രെസ് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 8000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട 4ാമത്തെ ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഹൈസ്പീഡ് ട്രെയിൻ എന്ന ലോക റെക്കോർഡ് നേടിയ ട്രെയിൻ ഏത് രാജ്യത്താണ്? പച്ചക്കുതിര ഓപ്ഷൻസ്: എ USA, ബി യൂറോപ്പ്, സി ചൈന, ഡി റഷ്യ. യുവർ ടൈം ബിഗിൻസ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ
ഹൈ സ്പീഡ് ട്രെയിൻ? സാർ ഓപ്ഷൻ സി ചൈന. ഓപ്ഷൻ സി ചൈന കൺഫേം ചെയ്യാം. കൺഫേം ചെയ്യാം. പച്ചക്കുതിര ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഓപ്ഷൻ സി ചൈന. ചൈനയിൽ തന്നെയാണ്. ചൈനയിലാണെന്നാണ് വിശ്വാസം. വായിച്ചിട്ടില്ല, വായിച്ച് ഓർക്കുന്നില്ല. എവിടെയോ വായിച്ചു പോയിട്ടുണ്ട്. ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഓർമ്മ കിടക്കുന്നത്. ഏതായാലും USA-യിലോ യൂറോപ്പിലോ റഷ്യയിലോ അല്ല, അങ്ങനെ ഓർമ്മ വരുന്നില്ല. അങ്ങനെ ചൈനയാണെന്നാണ് ഒരു വിശ്വാസം. എന്തുകൊണ്ടാണത്? ചൈന ഒരുപാട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ്. അതെ, അതുകൊണ്ട് അത് തന്നെ ഒരു കാര്യം. അതാണ് ഒരു പ്രധാന കാര്യം അല്ലേ. ഏറ്റവും വേഗതയേറിയ ട്രെയിൻ എന്ന റെക്കോർഡ് ഇട്ടത് ചൈനയിൽ തന്നെയുള്ള ഹൈസ്പീഡ് ട്രെയിൻ ആണെന്നാണ് പറയുന്നത്. പച്ചക്കുതിര ഏതാണ് ശരിയായ ഉത്തരം? ചൈന ശരിയായ ഉത്തരം. വീണ്ടും ആകാംക്ഷയുടെ മുൾമുനയിൽ. ഞാനതുകൊണ്ടാണ് കൂടുതൽ ആകാംക്ഷയ്ക്ക് സമയം കൊടുക്കാതെ പെട്ടെന്ന് തന്നെ അതിന്റെ ഉത്തരം കണ്ടെത്താൻ പറഞ്ഞത് അല്ലേ. പിന്നെ വീണ്ടും മെന്റൽ സ്ട്രെസ് അനുഭവിച്ചു തുടങ്ങിയതുകൊണ്ടാണ്. 416.6 കിലോമീറ്റർ ദൂരമാണ് ഒറ്റ മണിക്കൂർ കൊണ്ട് ഹൈസ്പീഡ് ട്രെയിൻ കവർ ചെയ്തത്. അതാണ് ലോക റെക്കോർഡ്. 8000 രൂപയ്ക്കുള്ള തോംസൺ ഹോം ഡിപ്പോയുടെ സമ്മാനം നേടിത്തന്നത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ്. അത് ചൈനയിൽ തന്നെയാണ്. ചൈനയാണ് ആ ഒരു രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രാജ്യം. ഞാൻ ചൈനയിൽ പോയിട്ടില്ല. പോയ ആളുകൾ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ് അവർ ആദ്യം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ചൈനയിലുള്ള ഏത് സ്ഥലത്തേക്ക് എത്താനും വളരെ എളുപ്പമാണ്. അപ്പോൾ സ്ഥലങ്ങളെല്ലാം ഒരു സ്ഥലവും റിമോട്ടായി പോകില്ല. ഇപ്പൊ നമുക്ക് ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് എറണാകുളത്ത് നിന്നും ഒരു എക്സ്പ്രസ് വേ ഉണ്ടെങ്കിൽ മറ്റ് ടൗണുകളുടെ മുകളിലൂടെ പോകുന്ന ഒരു ഒറ്റ വഴിയുണ്ടെങ്കിൽ നമുക്ക് എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലെത്താൻ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മതിയാവും. അങ്ങനെ ഒരു റോഡ് വരികയാണെങ്കിൽ എറണാകുളത്തും ചുറ്റുപ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകൾ ഇടുക്കിയിൽ പോയി താമസിക്കാൻ തുടങ്ങും. വളരെ അൺപൊല്യൂട്ടഡായ ശുദ്ധജലം കിട്ടുന്ന നല്ല സ്ഥലമായി പ്രകൃതി രമണീയമായ ഇടുക്കിയിൽ പോയി താമസിക്കാൻ തുടങ്ങും. കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എറണാകുളത്ത് വരണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മതിയാവും. അവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് വരാനായിട്ട് അനദർ 1 അവർ മതിയാവും. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ആക്സസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ താമസിക്കാനും അവിടെ എല്ലാം ഡെവലപ്പ് ചെയ്യാനും തുടങ്ങും. പക്ഷേ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു റോഡ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കേരളത്തെ കീറി മുറിക്കരുത് എന്ന് പറഞ്ഞൊരു വിഭാഗം വരികയും എല്ലാ വികസനങ്ങളും തടസ്സപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറാണ് ഒരു രാജ്യത്ത് ആദ്യമായി വികസിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് അതിനോടനുബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം വികസിച്ച് വരികയുള്ളൂ. അതുകൊണ്ടാണ് ചൈന അത്ര പെട്ടെന്ന് വികസിച്ചത്.